യോഗങ്ങളും ഇതുപോലുള്ള ചെറിയ സംഘങ്ങളൊക്കെ കടന്നു വന്ന സുവിശേഷം പ്രഘോഷിച്ച ദേശമാണ് ഞങ്ങൾക്കറിയാം. എങ്കിലും ഈ ഉച്ചയോട് അടുത്ത സമയത്ത് ഈ വെയിലിന്റെ കാഠിന്യത കണക്കാക്കാതെ ഈ ദേശത്തോടൊന്ന് സുവിശേഷം പറയുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമായിരിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളോട് പറയുന്നതിൽ പങ്കുവെക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ ഞങ്ങളെ ദൂരത്തും ചാർത്തുമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവകാലത്തിന്റെ ഈ സന്ദേശം കേൾക്കുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനോടൊപ്പമുള്ള ദൈവദാസൻ ബിനോയോടുകൾ തുടർന്നുള്ള നിമിഷങ്ങൾ ദൈവവേദനത്തിൽ നിങ്ങളെ സംസാരിക്കും. ആയതിലേക്ക് കർത്താവദാസനെ ക്ഷണിക്കും. അടുത്ത മകളുമായി ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിന്റെ മോഹങ്ങളിലൊക്കെ സഞ്ചരിച്ച് വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാതെ നാട്ടുകാർക്ക് സമാധാനം കൊടുക്കാതെ അധ്വാനിക്കുന്ന പണം മുഴുവനും ബാറിലും ഷാപ്പിലുമൊക്കെ കൊണ്ടുകൊടുത്ത് ജീവിച്ച ഞങ്ങളെ വിടുവിച്ച എന്നെ വിടുവിച്ച ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുകയാണ്. ആരെയും മതം മാറ്റുവാനോ സമുദായം മാറ്റുവാനോ സഭ മാറ്റുവാനോ അല്ല, മറിച്ച് ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഏതെങ്കിലും വ്യക്തിജീവിതങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിരാശയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ, നിങ്ങൾക്ക് സന്തോഷം നൽകുവാൻ, നിങ്ങൾക്ക് നിത്യജീവനെ നൽകുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞങ്ങളിവിടെ ഉയർത്തുകയാണ്. അല്പസമയം നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സുവിശേഷം ഈ ദേശത്ത് ഒരു പുതുമയുള്ള കാര്യമല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ സുവിശേഷവുമായി വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകള് സകലവും നമുക്കറിയാം ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്നത്. യുവാക്കള്, കുഞ്ഞുങ്ങള് മദ്യത്തിലും ലഹരിക്കുമെല്ലാം അടിമകളായി, കഞ്ചാവിനുമൊക്കെ അടിമകളായി അതിന്റെ കച്ചവടക്കാരായി മാറുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരികയാണ്. ഒന്നും ഭയമില്ലാതെ, അപ്പനെ അമ്മയും ഭയമില്ലാതെ, മുതിർന്നവരെ ഭയമില്ലാത്ത, ദൈവത്തെ പോലും ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം തലമുറ. വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, എല്ലാമുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോകുന്നത്? ഈ ഉച്ച സമയത്ത് ഈ ദേവദാസന്മാരുടെ കൂടെ ചേർന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പല ചിന്തകൾ നിങ്ങളകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ടാവാം. ഒരു പണിയുമില്ലാഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്, മതം മാറ്റുവാൻ, മനുഷ്യരെ പിടിക്കുവാൻ, അങ്ങനെ ഉള്ള ചിന്തകൾ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കാം. സുഹൃത്തെ, ഒരിക്കലുമല്ല. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഇവരെ മാറ്റുവാൻ ഇവിടുത്തെ ഒന്നിനും കഴിയത്തില്ല. സുവിശേഷത്തിന് മാത്രമേ കഴിയൂ മനുഷ്യനെ മാറ്റുവാൻ. ഇതിനെതിരെ മുൻപോട്ട് നയിക്കുന്ന ഇവരെ ഈ പ്രവൃത്തികൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളാക്കുന്നതിന് പിന്നിൽ അവരെ നശിപ്പിക്കുന്ന ചിലതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രയും ദൈവപുത്രൻ പ്രത്യക്ഷനായത്. സാത്താന് ചില പ്രവൃത്തികളുണ്ട്. ഒന്ന്, നമ്മൾ മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒരിക്കലും ഇഷ്ടമില്ല. കുടുംബമായി, ഭാര്യ ഭർത്താവുമായി, കുഞ്ഞുങ്ങളുമായി സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്തവനാണ് പിശാചെന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് ഒരു ധനികനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ധനികനായ ഒരു മനുഷ്യൻ, തനിക്കെല്ലാമുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് ആസ്തിയുള്ള മനുഷ്യൻ. ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് മൃഗങ്ങളുണ്ട്, മൃഗസമ്പത്തുണ്ട്, ഒട്ടകം, കഴുത, ആട്, അങ്ങനെയുള്ള പലവിധമായ മൃഗങ്ങൾ തനിക്കുണ്ട്. ഒരുപാട് മക്കളുണ്ട്. തനിക്ക് മക്കളുണ്ട്, സമ്പത്തുണ്ട്, അത് വീട്ടിൽ തന്നെ ദാസന്മാർ ഒരുപാടുണ്ട്. അങ്ങനെ സമ്പന്നനായി ജീവിച്ച ഒരു വ്യക്തി.
അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് താൻ നീതിമാനാണ്, താൻ നിഷ്കളങ്കനാണ്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ധനികനായ ഒരു മനുഷ്യൻ, നീതിമാനായ, പാപം ചെയ്യാതെ നിഷ്കളങ്കനായി നേരുള്ളവനായി ജീവിച്ചൊരു വ്യക്തി. എന്നാൽ തന്റെ കുടുംബത്തിൽ അനർത്ഥം സംഭവിച്ചു. പെട്ടെന്ന് തനിക്കുണ്ടായിരുന്ന വസ്തുക്കൾ ഓരോന്നായി നഷ്ടമായി. ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യന് സംഭവിക്കുന്നത് വലുതാണ്. തന്റെ സമ്പത്ത് നഷ്ടമായി, ധനം മുഴുവനും നഷ്ടമാകിയ, ഉണ്ടായിരുന്ന മക്കൾ 10 മക്കളുണ്ടായിരുന്നു, ആ 10 മക്കളും മരിച്ചു. ഒടുക്കം തന്റെ ശരീരത്തിലേക്ക് ഒരു രോഗം പിടിക്കപ്പെട്ടു. പട്ടുമെത്തയിൽ കിടന്ന ഇദ്ദേഹം ഒടുക്കം ചാരത്തിനകത്ത് വന്നിരിക്കുക. ചാരത്തിനകത്ത് ദേഹം മുഴുവനും വ്രണങ്ങളാൽ നിറയപ്പെട്ടു. പുഴുക്കൾ തന്നെ അരിക്കുവാൻ തുടങ്ങി. നോക്കിക്കേ, ഒരു തെറ്റും ചെയ്യാതെ നീതിമാനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു നിഷ്കളങ്കനായി ജീവിച്ച ആ വ്യക്തി പാപം ചെയ്യരുത്, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് വന്ന ഒരു വ്യക്തി. ഒരുപാട് സ്വപ്നങ്ങളും അദ്ദേഹം നല്ല രീതിയിൽ തന്റെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തി പെട്ടെന്നുണ്ടായ വലിയ ദുരന്തം, എല്ലാം നഷ്ടപ്പെട്ടു. ഒടുക്കം ചാരത്തിനകത്ത് വന്നിരിക്കുക. എന്താണ് കാര്യം? എന്താ കാര്യമെന്നറിയാമോ? അവന്റെ കുടുംബത്തെ, അവന്റെ സന്തോഷത്തെ കെടുത്തുവാൻ പിശാച് പദ്ധതിയിട്ടു, സാത്താൻ പദ്ധതിയിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, നിന്റെ കുടുംബത്തെ തകർക്കുക, നിന്റെ കുഞ്ഞുങ്ങളെ തകർക്കുക, നിന്റെ സമാധാനത്തെ നശിപ്പിക്കുക, ഇതാണ് പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? ശരിയല്ലേ? പുറത്ത് ജോലി സ്ഥലത്ത് വലിയ സന്തോഷം, അവിടെ വലിയ സന്തോഷവും സമാധാനമൊക്കെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാർമേഘം കയറി വരുന്നത് പോലെ ഇരുട്ടിന്റെ വ്യാപാരം. 1, 2 പറഞ്ഞ് ഭാര്യയുമായിട്ടോ അല്ല കുഞ്ഞുങ്ങളുമായിട്ടോ പിന്നെ അലമ്പായി, ബഹളമായി, സമാധാനമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ 1, 2 പറഞ്ഞ് മനസ്സ് ഇടിഞ്ഞു പോവുകയാണ്. കുടുംബ ജീവിതത്തെ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിമ മനുഷ്യനായ ആദാമും ഹവ്വയും അവരുടെ കുടുംബത്തെ തകർക്കുക, അവരുടെ സന്തോഷത്തെ തകർക്കുക, അവരുടെ താമസ സ്ഥലം നശിപ്പിക്കുക, അവന്റെ നിത്യജീവനെ കളയുക എന്നുള്ള പദ്ധതിയായിരുന്നു പിശാചിന്റെ. എന്നാൽ ദൈവവചനം പറയുന്നു പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്തിന് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഇന്ന് ഈ ഉച്ചയിലുള്ള സമയത്ത് നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന, നിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിനകത്തേക്ക്, നിന്റെ അരികിലേക്ക് വരികയാണ്. കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷപ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ യേശു നിന്റെ അരികിലേക്ക് വരികയാണ്. ആരാണ് യേശു? പലതും പറയാറുണ്ട് യേശുവിനെ കുറിച്ച്. വിദേശ രാജ്യത്തെ ദൈവമാണ് യേശു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണ് യേശു എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പ്രവാചകന്മാരിൽ ഒരുവനാണ് യേശു എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ ആരാണ് യേശു എന്നുള്ള ചോദ്യത്തിന് വ്യക്തിപരമായി ചോദിച്ചാൽ ഞങ്ങൾ പറയട്ടെ, യേശുവാണ് ദൈവം എന്നുള്ളത്. ഞങ്ങൾക്ക് മാറ്റം തന്ന, ഞങ്ങൾക്ക് രൂപാന്തരം തന്ന, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ യേശു നിന്നെയും സ്നേഹിക്കുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്കായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താഴ്ന്ന ഉലകത്തിലേക്ക് ഇറങ്ങി വന്നു. അവൻ ദൈവരൂപത്തിലേക്ക്, ദൈവത്തോടുള്ള സമുഖം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ താഴ്ന്ന ഉലകത്തിലേക്ക് വന്നു. എന്തിനു വന്നു? മാനവരാശിയെ രക്ഷിക്കുവാൻ, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് പരിഹാരം നൽകുവാൻ, സാത്താന്റെ പ്രവൃത്തിയെ അഴിപ്പാൻ, അവന്റെ തലയെ തകർക്കുവാൻ യേശു വന്നു. ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കാമോ? ഒരു ഹൃദയത്തെ കൊടുക്കാമോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നോക്കണമേ, ഈവെന്ന് പറയുന്ന ആ ധനികനായ മനുഷ്യന് സകലതും നഷ്ടമായെങ്കിലും വീണ്ടും ദൈവം ആ പിശാചിന്റെ പ്രവൃത്തികളെല്ലാം മരിച്ചുകൊണ്ട് നഷ്ടമായതിനെ മുഴുവനും ലാഭമാക്കിക്കൊണ്ട് തനിക്ക് എന്തൊക്കെ നഷ്ടമായി അതെല്ലാം തിരികെ നൽകി തന്നെ അനുഗ്രഹിക്കുവാനിടയായി. ഇന്ന് ഈ
പകൽക്കാലം നിന്റെ നഷ്ടങ്ങളെ ഓർത്ത്, നിന്റെ ദുഃഖങ്ങളെ ഓർത്ത്, ഇനി തിരികെ പോയ സമയങ്ങൾ തിരികെ ലഭിക്കുകയില്ല, പോയ ധനം എനിക്ക് തിരികെ ലഭിക്കുകയില്ല, പോയ ആരോഗ്യം എനിക്ക് തിരികെ ലഭിക്കുകയില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ നിനക്ക് തിരികെ നൽകുവാൻ കഴിവില്ല യേശുനാഥൻ നിന്റെ അരികിലേക്ക് വരികയാ. നോക്കണമേ, രണ്ട് സഹോദരിമാരുടെ ഏക ആശ്രയമായിരുന്ന സഹോദരനായിരിക്കുന്ന ലാസർ എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് ആ 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു അവനെ ഉയർപ്പിച്ചു കൊടുത്തു. അവർക്ക് വലിയ ഭാരമായിരുന്നു, അവരെ പ്രതീക്ഷയായിരുന്നു തന്റെ സഹോദരൻ. അപ്പനും അമ്മയുമില്ലാതെ ഈ സഹോദരനെ മാത്രം ആശ്രയിച്ച് ജീവിച്ച അവർക്ക് അവരുടെ നഷ്ടങ്ങളെ തിരികെ നൽകുവാനിടയായി യേശു തിരികെ നൽകി അവനെ ഉയർപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത് നിനക്ക് തിരിച്ചു തരുവാൻ, നഷ്ടങ്ങളെ തിരിച്ചു തരുവാൻ കഴിവുള്ളൊരു ദൈവം നിന്റെ അരികിലേക്ക് വരികയാ. പ്രിയ സ്നേഹിത, നിന്റെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങള്, അടുക്കളയായുണ്ടാകുന്ന ദുരന്തങ്ങള്, പ്രശ്നങ്ങള്, രോഗങ്ങള്, ഇതിന്റെ പിന്നിലെല്ലാം വ്യാപരിക്കുന്നത് പിശാചാണ്, പാപത്തിന്റെ സ്വഭാവമാണ്. അതിൽ നിന്നൊരു മോചനം നിനക്ക് വേണമോ? യേശുനാഥനെ ഹൃദയത്തിലേക്ക് അംഗീകരിക്കുക. നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വിളിപ്പിക്കുവാൻ യേശുവിന് കഴിയും. തീർന്നില്ല, യേശുവിന്റെ രക്തം സകല പാപവും തൂക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ യേശുവിന്റെ കരയിലേക്ക്, യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ തന്നെ കൊടുക്കാമോ? പ്രിയ സുഹൃത്ത്, നിനക്ക് വേണ്ടിയാണ്, നിനക്കും എനിക്കും വേണ്ടിയാണ് യേശുനാഥൻ കാൽവരി ക്രൂശിൽ മരിച്ചത്. നമുക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി തന്റെ കള്ളന്മാരുടെ മധ്യ മൂന്നാണിമേൽ അവസാനത്തെ തുള്ളി രക്തം വരെയും നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രാണനെ ഏൽപ്പിച്ച അരുമനാഥനെ നിന്റെ ഹൃദയത്തിലേക്ക് അംഗീകരിക്കുമോ? ആ യേശുനാഥൻ നിന്നെ സ്നേഹപൂർവ്വം വിളിക്കുകയാണ്. ഞങ്ങൾ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപാട് പ്രാവശ്യം സുവിശേഷം കേട്ട വ്യക്തിയായിരിക്കുക, ഒരു പക്ഷെങ്കിൽ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കുക, ഒരുപാട് പാരമ്പര്യം നിങ്ങൾക്ക് പറയുവാനുണ്ടായിരിക്കുക, നിങ്ങൾ താമസിക്കുന്ന വീടിനകത്ത് യേശുവിന്റെ രൂപമുള്ള ഫോട്ടോ ഉണ്ടായിരിക്കുക, നിങ്ങൾ ഇരിക്കുന്ന മാലയുടെ അറ്റത്ത് ക്രൂശിന്റെ രൂപമുണ്ടായിരിക്കും.